അവനെന്ത് വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? ഇതെന്തോ കളിയാ രാഹുലെ. പ്രിന്റ് അടിക്കുന്ന എവിടുന്നെന്ന് പറയാത്തപ്പോഴേ എനിക്ക് ഡൗട്ട് അടിച്ചതാ. പിന്നെ നമുക്കറിയാത്ത ഏത് പ്രിന്റിംഗ് യൂണിറ്റാ ഇവിടെ? ഉത്സവ സീസൺ അല്ലേ, ഫുൾ ടൈറ്റ് വർക്കാ, എങ്ങും നടക്കൂല. അപ്പൊ എനിക്ക് അറിയാലോ എവിടെയും കിട്ടില്ല എന്നുള്ളത്. എങ്കിൽ പിന്നെ മനുവിനെ നമ്മളെങ്ങനെ വിശ്വസിക്കുക? ഒന്നുകൂടെ നോക്ക്. രാഹുലല്ല, നീ അറിഞ്ഞ? ഹലോ അലിബായ്, അലിബായ് കേൾക്കുന്നുണ്ടോ? നമ്മളെ റേഞ്ച് പോയതായിരിക്കും. കുതിരാനില് റേഞ്ച് കിട്ടാൻ പണിയാ. അങ്ങോട്ട് വിളിച്ചു നോക്ക്. നീ അങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കുക. നമുക്ക് അങ്ങോട്ട് ഫിറ്റ് ചെയ്താലോ മനു? അലിബായിനെ ഒന്നുകൂടെ വിളിച്ചു നോക്കാം. കിട്ടുന്നില്ലേ? നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കിയാലോ? മാധവി, രാഹുലോ പ്രഭു, നീ പോയി ഫ്ലഗ് കണക്ട്. ബെസ്റ്റ്. നിനക്ക് നല്ല പ്രാന്തുണ്ടാ. ഇതിലടിച്ചിട്ടാണ് നീ പ്രിന്റ് വരാന്ന് പറഞ്ഞത്. ഏതിലടിച്ചാ നിനക്ക് പ്രിന്റ് കിട്ടിയാ പോരെ രാഹുൽ? എന്നിട്ട് എവിടെ? ഇപ്പൊ വരും. പറയടാ. വാ. എന്താ ഇവര് കാണിക്കുന്നത്? അപ്പുറത്തേക്ക് വെച്ചോ, അപ്പുറത്തേക്ക് വെച്ചോ. ഓൺ ചെയ്തോ? ഓൺ ചെയ്തു, ഓൺ ചെയ്തു. ഓണാവുന്നില്ലേ? എന്ത് പറ്റി? എടാ, ഇത് ഓണാവുന്നില്ല. ഒന്നുകൂടെ ഒന്ന് നോക്ക് മനു. നിന്നൊക്കെ വിശ്വസിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യും? ഞാൻ അപ്പോഴേ പറഞ്ഞാൽ ഇവനെ ഏൽപ്പിക്കണ്ടെന്ന്. ഇപ്പൊ എന്തായി? ഇവന് ഭ്രാന്ത് കണ്ടിക്കാൻ നിങ്ങൾ വരണ്ട. രാഹുൽ പ്ലീസ്. നീ പറഞ്ഞാണ് ശരി. അവന് കോംപ്ലക്സ് ആണ്. കോംപ്ലക്സ് മൂത്ത് ഭ്രാന്തായതാണ് അവന്. എന്താ പറഞ്ഞേ? കോംപ്ലക്സ് അല്ലേ, കോംപ്ലക്സ്. അത് മൂത്തിട്ട്. കോംപ്ലക്സ് അല്ല, കോംപ്ലക്സ്. ഭായി പറഞ്ഞൊരു കേബിൾ നമ്മൾ കണക്ട് ചെയ്യാൻ മറന്നുപോയി. ബോർഡിന് ഹെഡിലേക്ക് 3 കേബിളുകളാണ് ഉള്ളത്. ടാറ്റ കേബിൾ, പവർ കേബിൾ, കോംബോലക്സ് കേബിൾ. കോംബോലക്സ് കേബിൾ. ഉശ്ശോ. ഒന്നും നടക്കില്ല. അത്ര മോശം കാര്യമല്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? രാഹുൽ പേടിക്കണ്ട. പറഞ്ഞ സമയത്ത് തന്നെ വേലപ്പറമ്പിലെ ബോർഡുകൾ കയറിയിരിക്കും. രാഹുലേ, തകർത്തടാ പോനെ. വേലപ്പറമ്പിൽ കമ്മിറ്റിയുടെ കെയർ ഓഫിൽ ഇത്രയധികം ബോർഡുകൾ, അതും പറഞ്ഞ റേറ്റിൽ നീ ക്ലോത്തിൽ അടിച്ചു തന്നപ്പോ ശരിക്കും ഞെട്ടിപ്പോയി. പ്ലാസ്റ്റിക് ഒഴിവാക്കി എക്കോ ഫ്രണ്ട്ലി വേലയെന്നൊക്കെ ഞാൻ മീഡിയക്കാരോട് അടിച്ചു വിട്ടിട്ടുണ്ട്. ക്രെഡിറ്റ് കംപ്ലീറ്റ് നിനക്കാ. ഞാനല്ല വിശ്വട്ടാ, അവനാ. മനുവിന്റെ പ്രിന്ററിലായിരുന്നു മൊത്തം അടിച്ച്. കലക്കിടാ മനു. നീ വിശ്വനോട് ക്ഷമിക്ക്. അയ്യോ വിശ്വട്ടാ, അങ്ങനെയൊന്നുമില്ല. അങ്ങനൊക്കെ ഉണ്ട്. നിന്നോട് ഞാൻ അന്ന് പറഞ്ഞ വാക്ക് ഇനി എന്റെ കെയർ ഓഫിലുള്ള എല്ലാവർക്കും നിനക്കാ.
ബിസിനസ് ഒന്നും എനിക്ക് ശരിയാവില്ല വിശ്വട്ടാ. വർക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിശ്വട്ടിന് ഇവർക്ക് തന്നെ കൊടുക്കണം. അതെന്താ മനു, സ്വന്തമായിട്ട് ഇത്രയും നല്ലൊരു പ്രിന്ററൊക്കെ ഉള്ളപ്പോ? അതൊക്കെ ഞാൻ പ്രഭുവിനെ ഏൽപ്പിച്ചു. പാലക്കാട് സ്വന്തമായിട്ട് ഇവനൊരു പ്രിന്റിംഗ് യൂണിറ്റ് തുടങ്ങാൻ പോവാ. അപ്പൊ ഇതൊക്കെ ഒഴിവാക്കിട്ട് നീ എന്താ വനവാസത്തിന് പോവാ? വനവാസമൊക്കെ കഴിഞ്ഞില്ലേ, ഇനി പട്ടാഭിഷേകം. മിസ്റ്റർ മനു, വെൽക്കം ടു ലീച്ചിങ് മൾട്ടിമീഡിയ. ലീജിംഗ് മൾട്ടിമീഡിയയിലോ? ആ എടാ നമ്മുടെ ശ്രീജ അവിടെയല്ലേ വർക്ക് ചെയ്യുന്നത്? വേൾഡിലെ തന്നെ നമ്പർ 1 ഗെയിം ഡെവലപ്പേഴ്സ് അവര്. ഞാൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്താ, പക്ഷെ കിട്ടിയില്ല. മനുവിന് എങ്ങനെ അവിടെ കിട്ടി? ലില്ലി. ലില്ലിയോ? രാഹുൽ, നമ്മുടെ ഇവിടെ ഇങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരുണ്ടോ? അപ്പൊ ഡിസൈൻ ഫിക്സ്. താങ്ക് യു സർ. എക്സ്ക്യൂസ് മീ, മനു അല്ലേ? ആ അരെ കോംപ്ലാൻ പോയി, ഞാൻ ലില്ലിയോടോ. Fantastic work. I like it. എന്ത് കഴിഞ്ഞു പിന്നെ കണ്ടേയില്ലല്ലോ. വരെയൊക്കെ ഇപ്പോഴുണ്ടോ? സോ ഗൈസ്, ദിസ് ഈസ് മനു, our new character division head. Believe me, he's a fantastic artist. സ്കൂളിൽ പഠിക്കുമ്പോഴേ ഇവന്റെ ക്യാരക്ടർ സ്കെച്ചസ് കണ്ട് ഞാൻ ഫ്ലാറ്റ് ആയിട്ടുണ്ട്. പിന്നെ കുറെ നാളിന് ശേഷം വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് ഞങ്ങൾ മീറ്റ് ചെയ്തത്. അന്ന് ഞാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് മനു എനിക്ക് കുറച്ച് ക്യാരക്ടർ സ്കെച്ചസ് അയച്ചു തന്നിരുന്നു. ആൻഡ് ദ ഗുഡ് ന്യൂസ് ഈസ്, ഈ സെയിം ക്യാരക്ടർ സ്കെച്ചസ് കാരണമാണ് നമ്മുടെ പുതിയ ഗെയിം പ്രൊജക്ട് അപ്രൂവ്ഡ് ആയത്. സോ താങ്ക്സ് ടു മനു, and I'm sure he can create wonders in all our upcoming projects. Welcome to Legion Multimedia. All the best, Manu. All the best, Manu. താങ്ക് യു. ശ്രീ Manu, വാ ക്യാബിൻ കാണിച്ചു തരാം. വാ. അതെ, ഈ ലില്ലി മാഡം മാരീഡ് ആണോ?